വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ജെനറ്റിക്സ് ആൻഡ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന നമ്മുടെ സുവോളജീൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പർ, അതായത് നമ്മുടെ BSc ബോട്ടണീൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ജെനറ്റിക്സ് ആൻഡ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന സുവോളജീൻ്റെ പോർഷനിൽ വരുന്ന പേപ്പറിൻ്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. 2022 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിന് ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങൾ പാറ്റേൺ 22 പാറ്റേൺ നോക്കണം, നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. കാരണം നിങ്ങൾക്ക് 23-ലും 24-ലും സെയിം പാറ്റേൺ ആയിരിക്കും. ആദ്യത്തെ സെക്ഷനിൽ 12 ക്വസ്റ്റ്യൻ ആയിരിക്കും, 2 മാർക്ക് വീതം വരുന്ന 12 ക്വസ്റ്റ്യൻ, 20 മാർക്ക് സീലിങ്ങിന്. പിന്നത്തെ സെക്ഷനിൽ ബി സെക്ഷനിൽ വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൻ്റെ സീലിംഗ് വരുന്നത് 30 പിന്നെ വരുന്നത് 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, അവിടെ സീലിംഗ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കാം. നമുക്ക് പാറ്റേൺ ഒന്നും നോക്കേണ്ടത്, പല പാറ്റേണിലാണ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം. ഇതിൽ വരുന്ന ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്, ഗൈനാൻഡ്രോമോർഫ്, ട്രാൻസ്പോസോൺസ്, ആംനിയോസിന്തസിസ്, എന്താണ് ബാർ ബോഡി, അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതുക. കാർസിനോമ എന്താണ്, സാർക്കോമ എന്താണ്, ട്രാൻസ്ക്രിപ്ഷനും റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. പിന്നെ വരുന്നത് എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ വരുന്നത് എന്താണ് എലിസ. ഓക്കെ, പിന്നെ വരുന്നത് അറ്റന്യൂറ്റഡ് വാക്സിൻസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക. അതുപോലെ തന്നെ വൈലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ. അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഇതിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, 2, 5, 10 അങ്ങനെയാണ് നമ്മുടെ മാർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടോ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി വരുന്നത് ബി പാർട്ടിലുള്ള 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അവിടെ സീലിംഗ് വരുന്നത് 25 ഇതിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. എന്താണ് സിക്കിൾ സെൽ അനീമിയയുടെ ജനറ്റിക് ബേസിസ് എന്താണ്, ജനറ്റിക് കോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ക്ലോണിംഗ് വെക്റ്റേഴ്സ് എന്താണ്, അത് 4 ടൈപ്പ് ക്ലോണിംഗ് വെക്റ്റേഴ്സിനെ കുറിച്ചിട്ട് ബ്രീഫായിട്ട് മെൻഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, പ്രൊസീജിയർ എന്താണ്, ആപ്ലിക്കേഷൻ എന്താണ്, അതിൻ്റെ ഒരു നോട്ട് എഴുതാൻ. പിന്നെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ചിട്ടൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ. പിന്നെ വരുന്നത് DNA ടെക്നോളജിയിൽ എൻസൈംസിൻ്റെ റോള് ഡിസ്ക്രൈബ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഫിനൈൽ കീറ്റോണൂറിയ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നത്. പിന്നെ 10 മാർക്കിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഡിസ്ക്രൈബ് പാറ്റേഴ്സ് ഡെൻവർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ക്രോമസോമിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ചിട്ട് ഒരു എസ്സേ എഴുതാം. ഇത്രയാണ് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ക്വസ്റ്റ്യൻ മാത്രം നോക്കുക, പാറ്റേൺ നോക്കണ്ട, അതായത് മാർക്കുകൾ നോക്കണ്ട. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 മാർക്കിന് ചോദിച്ച കാര്യങ്ങളൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരാം. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെത് വരാം. 11 മാർക്കിന് ഇതിൽ വന്ന എസ്സേ നിങ്ങൾക്ക് 10 മാർക്കിന് വരാം. ഓക്കെ, അങ്ങനെ നോക്കിയാൽ മതി, ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി, പാറ്റേൺ നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പോർഷൻസ്. ഓക്കെ, വലിയ കുഴപ്പമില്ല. ചില വാക്കുകളൊക്കെ നമുക്ക് അപരിചിതമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാവും അല്ലേ, അങ്ങനെയൊന്നുമില്ല, ഏകദേശം എല്ലാം അറിയുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൊരു ടഫാണോ എന്ന് നമുക്ക് തോന്നും അല്ലേ. 2023-ലും 2024-ലും ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2022 വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.